ഹലോ മക്കളെ, നമ്മുടെ 9ാം ക്ലാസ് ഫിസിക്സിലെ ക്രിസ്മസ് എക്സാം വെയിറ്റേജ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സിനും എത്ര മാർക്സ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണാം. ഇനി ഈ ചാപ്റ്റേഴ്സ് ഒക്കെ അടിപൊളിയായിട്ട് പഠിക്കണമെങ്കിൽ ഇന്നത്തെ വൈകുന്നേരത്തെ ലൈവിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. എല്ലാ ചാപ്റ്റേഴ്സിനും ഈ മുഴുവൻ മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ലൈവിൽ വന്നിരുന്ന ഒറ്റ ദിവസം കൊണ്ട് സെറ്റ് ആക്കാം. അപ്പോൾ ലൈവിൽ എല്ലാവരും ഉണ്ടായിരിക്കണം. മാത്രമല്ല നാളെ രാവിലത്തെ മോർണിംഗ് ബൂസ്റ്ററിന് എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടി ലൈവിൽ വന്നോണം. ഓക്കെ, അപ്പോൾ ലൈവിൽ എല്ലാവരും അറ്റൻഡൻസ് ഉണ്ടായിരിക്കണം, നിർബന്ധമാണ്. വരാൻ പോകുന്നവരെല്ലാവരും സാർ ഞാൻ ഉണ്ടാവുന്ന കമന്റ് ബോക്സിൽ ആദ്യം തന്നെ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാമിലെ നോക്കുകയാണെങ്കിൽ ഈ രീതിയിലാണ് മാർക്സ് വന്നിരിക്കുന്നത്. ടോട്ടൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 50 മാർക്സിനാണ് വന്നിരിക്കുന്നത്. 40 മാർക്സ് ശരിക്കും കിട്ടുള്ളൂ, ബാക്കിയുള്ള 10 മാർക്സ് നിങ്ങൾക്ക് ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ആ 50 മാർക്സ് ഈ രീതിയിലാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ നമ്മൾ ക്രിസ്മസ് എക്സാമിന് നോക്കുകയാണെങ്കിൽ ഒരു സംശയമില്ല, അത് ലോസ് ഓഫ് മോഷൻ ആണ്, ചലന നിയമങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിരിക്കണം, ഒരു സംശയമില്ല. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കാതെ പോയി കഴിഞ്ഞാൽ പണി പാടും. എന്ന് മാത്രമല്ല, ഈ ചാപ്റ്റർ പഠിച്ച ഓൾമോസ്റ്റ് 34% മാർക്സ് ഈ ചാപ്റ്ററിന് മാത്രമായിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തായാലും പഠിക്കണം. നെക്സ്റ്റ് നിങ്ങൾ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട 2 ചാപ്റ്റേഴ്സ് ഏതാണ്? ഒന്ന് ബോയൻസി എന്ന് പറഞ്ഞ ചാപ്റ്ററും പിന്നെ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. രണ്ടും ടേം 2 ചാപ്റ്റർ ആണ്. രണ്ടും സാമാന്യം വെയിറ്റേജ് ഉണ്ട്. ബോയൻസിയിലെ വെയിറ്റേജ് 10 മാർക്കാണെങ്കിലും സിമ്പിൾ ചോദ്യങ്ങളാണ്. ഗ്രാവിറ്റേഷനിലെ വെയിറ്റേജ് കുറച്ചുകൂടി കുറവാണെങ്കിലും കുറച്ചും കൂടി ടഫ് ചോദ്യങ്ങളാണ് കഴിഞ്ഞ വർഷമൊക്കെ നോക്കിയാൽ നമ്മൾ കണ്ടത്. അപ്പോൾ രണ്ടും നമ്മൾ ഏതാണ്ട് ഒരു ഈക്വൽ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കണം. പിന്നെ നമ്മൾ പഠിക്കേണ്ട ചാപ്റ്ററാണ് വർക്ക് എനർജി പവർ. അതിലും പ്രിഫറൻസ് കുറവാണ് നമുക്ക് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിന്റെ. ഏറ്റവും പ്രിഫറൻസ് കുറവുള്ള ചാപ്റ്റർ ഇക്വേഷൻ ഓഫ് മോഷൻ ആണ്. അപ്പൊ ഈ പഠന രീതിയിലും നമ്മൾ ഈ ഒരൊറ്റ ദിവസം പഠിക്കുമ്പോൾ കൂടുതൽ പ്രയോറിറ്റി കൂടുതൽ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതാണ്? ഒബ്വിയസ്ലി നമ്മുടെ ടേം 2ൽ ഈ 3 ചാപ്റ്റേഴ്സ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ ഇന്നത്തെയും നാളത്തെയും പഠനത്തിന്റെയും അതുപോലെ റിവിഷന്റെയും രീതി ഉണ്ടാവേണ്ടത്. ഇനി നിങ്ങൾ ഇതിന്റെ കാര്യത്തിൽ ഓർത്ത് പേടിക്കേണ്ട. നമ്മൾ ഇന്ന് എടുക്കുന്ന ലൈവും അതുപോലെ നാളത്തെ ലൈവും ഒക്കെ നമ്മൾ ഇതേ വെയിറ്റേജിലായിരിക്കും പഠിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവാക്കാൻ പോകുന്നത് എന്തായാലും ലോസ് ഓഫ് മോഷനിലായിരിക്കും. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്തായാലും ലോസ് ഓഫ് മോഷനായിരിക്കും. ആ ഒരു രീതിയിലായിരിക്കും ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പൊ ലൈവിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി വന്നിരുന്നാൽ ഈ ഒരു വെയിറ്റേജ് പ്രകാരം തന്നെയായിരിക്കും നമ്മൾ ക്ലാസ്സിൽ എടുക്കുക. ആ വെയിറ്റേജ് പ്രകാരമായിരിക്കും നാളത്തെ പരീക്ഷയിലും വരിക. ഓക്കെ, അപ്പൊ ബുദ്ധിപരമായ രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് നമ്മുടെ ലൈവിലും അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുക, മോർണിംഗ് ബൂസ്റ്ററിലും അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുക. അപ്പോൾ ലൈവുകളിൽ വന്നിരിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, ഫിസിക്സ് മാത്രമല്ല, നമുക്ക് ഈ പ്രാവശ്യം കെമിസ്ട്രിയും കൂടെ ഒരുമിച്ച് വരുന്നുണ്ട്. അപ്പോൾ കെമിസ്ട്രിയും ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വെറുതെ നമുക്ക് അനാവശ്യമായുള്ള കാര്യങ്ങൾ കുറേ പഠിച്ച് സമയം വേസ്റ്റ് ചെയ്യാനില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്തിട്ട് വേണം നമുക്ക് ഒറ്റ ദിവസം പഠിക്കാൻ വേണ്ടിയിട്ട്. ആ രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാവുക. ഓക്കെ, മറ്റൊരു കാര്യം അവസാനം പറയാനുള്ളത്, നമ്മുടെ ക്രാഷ് ബാച്ച് നമ്മൾ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ പാടെ തന്നെ ഡിസംബർ 26 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പബ്ലിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ താഴെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, അഡ്മിഷൻ എടുക്കുക. സൂപ്പർ ആയിട്ട് നമുക്ക് പബ്ലിക് എക്സാമിന് ഇതേപോലെ തന്നെ പഠിക്കാം. അപ്പോൾ എല്ലാവരും ലൈവിലേക്ക് ക്ഷണിക്കുന്നു. വൺസ് അഗൈൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. നമുക്ക് തകർക്കാം മക്കളെ. എല്ലാവർക്കും വൺസ് അഗൈൻ ഓൾ ദി ബെസ്റ്റ്.